ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി നാളെ വിധി പറയും. മയക്കുമരുന്ന് കേസിൽ പ്രതിയായ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. കുറ്റപത്രം സമർപ്പിച്ച് 10 വർഷം കഴിഞ്ഞാണ് വിധി പറയാൻ പോകുന്നത്. കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിന്റെ വിധിയാണ് നാളെ വരാൻ പോകുന്നത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. MLAയും മുൻ മന്ത്രിയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് വിധി. ഏറെ സങ്കീർണമായ നിയമ നടപടികളിലൂടെ കടന്നുപോയ കേസാണിത്. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനും വിചാരണയ്ക്കുമൊക്കെ ഒടുവിലാണ് കേസിന്റെ വിധി പറയാൻ പോകുന്നത്. നാളെ വരുന്ന വിധി ആന്റണി രാജുവിനെ സംബന്ധിച്ചും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനമാണ്. അതിനൊപ്പം തന്നെ കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ സംബന്ധിച്ചും വലിയ പ്രാധാന്യമർഹിക്കുന്ന കേസാണിത്. ഈ കേസിന്റെ തുടക്കം 1990കളിലാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചുകൊണ്ടെത്തിയ വിദേശ പൗരനെ പിടികൂടുന്നു. അയാളെ തിരുവനന്തപുരം ജില്ലാ കോടതി 10 വർഷത്തേക്ക് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ ഈ കേസിന്റെ അപ്പീൽ എത്തുമ്പോഴാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ഹൈക്കോടതിയിലെത്തിയപ്പോൾ തൊണ്ടിമുതൽ അയാൾക്ക് ചേരുന്നതായിരുന്നില്ല. അങ്ങനെ ആ കേസിൽ തൊണ്ടിമുതൽ കൃത്യമല്ലാത്തതുകൊണ്ട് പ്രതിയെ വെറുതെ വിടുന്നു. പിന്നീട് പ്രതി സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു ജയിലിൽ വെച്ച് ചില വെളിപ്പെടുത്തൽ നടത്തുന്നു. അതായത് കേരളത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടത് ചില കൃത്രിമം കാട്ടിയാണെന്നായിരുന്നു സഹതടവുകാരനോടുള്ള വെളിപ്പെടുത്തൽ. അത് ഇന്റർപോൾ CBI അറിയിക്കുന്നു, CBI കേരള പോലീസിനെ അറിയിക്കുന്നു. ഇതിനിടയിൽ തന്നെ അന്ന് കേസന്വേഷിച്ച ഉദ്യോഗസ്ഥനായ ജയമോഹന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ആരംഭിച്ചത്. അങ്ങനെയാണ് അന്നത്തെ ഈ കേസ് കൈകാര്യം ചെയ്തിരുന്ന പ്രമുഖ അഭിഭാഷകയുടെ ജൂനിയറായിരുന്ന ആന്റണി രാജുവിലേക്ക് കേസിന്റെ ആരോപണങ്ങൾ എത്തുന്നത്. ആന്റണി രാജുവും കോടതി ജീവനക്കാരനായിരുന്ന ജോസും ചേർന്ന് തൊണ്ടിമുതൽ കൃത്രിമം കാട്ടിയെന്നാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പക്ഷേ ആ കണ്ടെത്തലിലേക്ക് എത്താൻ ഒരുപാട് അന്വേഷണങ്ങൾ വേണ്ടി വന്നു. പല ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു, പാതി വഴിയിൽ ഇട്ടിട്ട് പോയി. പിന്നീട് 2014 അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയാണ് കേസിൽ വിചാരണ നടക്കട്ടെ എന്ന് നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം വഞ്ചൂർ കോടതിയിലുണ്ടായിരുന്ന കേസ് പിന്നീട് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി വിചാരണ പൂർത്തിയാക്കിയത്. വിചാരണയ്ക്കൊടുവിൽ പിന്നീട് വീണ്ടും ചില വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തു. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചേർത്തത്. ഈ വകുപ്പുകളിലും വാദം കേട്ട ശേഷമാണിപ്പോൾ കോടതി നാളെ വിധി പറയാനൊരുങ്ങുന്നത്. ആന്റണി രാജു ഈ കേസിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യം നാളെ കോടതി പ്രഖ്യാപിക്കും.